സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ എല്ലാവർക്കും സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ അച്ഛൻ്റെയും രാജേശ്വരൻ്റെയും കെട്ടുനിറയുണ്ട്, കുഞ്ഞിപ്പെണ്ണിൻ്റെ നേർച്ചയുണ്ട്, നെയ്നാളികേരം നിരക്കൽ. അപ്പം കുഞ്ഞിപ്പെണ്ണി ഇവരുടെ ഒപ്പം പോകേണ്ടതാണ്. അപ്പം പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ നെയ്നാളികേരം നമ്മൾ ഇവരുടെ കൊടുത്തുവിടാണ്. അപ്പോൾ വീഡിയോ കാണാം കേട്ടോ. മതി മതി നേരെ കിട്ടുണ്ടെന്ന് വിളിക്കുന്നത്. എനിക്ക് തരുമോ? എനിക്ക് തരുമോ?
അവളെ വിളിക്കില്ലെങ്കിൽ നീ അവളെ കൈ ചേർത്ത് പിടിക്കാം, അങ്ങനെ പിടിക്കും. ചവിട്ടൽ പോകണ്ട, ഇവിടെ പോകണ്ട. ഒരുപാട് നാലായി 12 ಸ್ವಾಮಿಯಪ್ಪ ಶರಣಮಪ್ಪ ವಂದೇನಪ್ಪ ಶರಣಪ್ಪ ಸಂಗಮಪ್ಪ ಕನಿಯನಮಪ್ಪ ಬಿಲ್ಲಾಳೆ ಸಂಗಮಪ್ಪ ಕನಿಯನಪ್ಪ ಬಿಲ್ಲಿನ ಬಿರುದ നീനാളികേരം കൊട്ടത്തേങ്ങ സ്വാമിമാരെ കെട്ടും കെട്ട് നമ്മുടെ യാത്ര ഇപ്പൊ പോയ സ്വാമി തിന്നകത്തോ സ്വാമി അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കന്നിസ്വാമി ആയതുകൊണ്ട് അയ്യപ്പക്കഞ്ഞി കൊടുക്കണ്ടേന്നൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ അയ്യപ്പക്കഞ്ഞി, നമുക്കിവിടെ അങ്ങനെയൊന്നുമില്ല, പക്ഷെ നമുക്ക് അന്നദാനം കൊടുക്കണം. അപ്പോൾ ഇന്ന് ഇവിടെയുള്ള സ്വാമിമാർക്ക്, ഇന്ന് ഇവിടെ വരുന്ന എല്ലാവർക്കും നമ്മുടെ വകയാണ് അന്നദാനം കൊടുക്കുന്നത്, കന്നിസ്വാമിമാരായതുകൊണ്ട്. അപ്പം ബാക്കിയുള്ള കെട്ടുന്നവരൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കെട്ടുന്നവരൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുട്ടീസിനൊക്കെ ഇത് ആദ്യം തന്നെ ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിയും വടയും ചായയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേഗം ഇവരുടെ കെട്ടുന്നവരൊക്കെ കഴിഞ്ഞപ്പോൾ വല്യമ്മയുടെ വീട്ടിൽ പോയി കുഞ്ഞിപ്പെണ്ണ് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ കഴിച്ചിട്ടാണ് മുത്തുമണിന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ അല്ലുബേബി അവിടെ ഭയങ്കര ഓട്ടമാണ്. അല്ലുബേബി ഇപ്പോൾ നടക്കാനൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ആളിങ്ങനെ തത്തിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആൾക്ക് തന്നെ ഒരു കൺട്രോൾ ഇല്ല കേട്ടോ, എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന്. അപ്പോൾ വിളിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അതീതിയൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലിപ്പെണ്ണ്. അങ്ങനെ കെട്ടുനിറയൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞു. അപ്പോൾ സ്വാമിമാരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ അയ്യനെ കാണാൻ വേണ്ടി പോകാൻ റെഡിയാവുകയാണ്. ഇനി കന്നിക്കെട്ട് എടുത്തിട്ട് നേരെ അയ്യനെ കാണാൻ പോവുകയാണ്. അപ്പം മുതിർന്നവരുടെ കാലെല്ലാം പിടിക്കണമല്ലോ. അപ്പം എല്ലാവരുടെയും കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാസുക്കുട്ടിയും ദേച്ചിക്കുട്ടിയും കേട്ടോ. അപ്പോൾ അമ്മമാരെല്ലാവരും ഉണ്ട്, അമ്മക്കിളികളെല്ലാവരും ഉണ്ട്.
അങ്ങനെ 41 ദിവസത്തെ വ്രതമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയോടെ അങ്ങനെ അയ്യപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കുട്ടി സാമുവേൽ കേട്ടോ. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന വേണം. മക്കൾക്ക് നല്ല രീതിയിൽ അയ്യപ്പനെയൊക്കെ കാണാനും മല കയറാനുള്ള ശക്തിയൊക്കെ ദൈവം കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. എടുത്തിട്ട് വരാം. നിങ്ങളുടെ ബാഗ്